ഗതാഗത വകുപ്പിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി. ഗതാഗത കമ്മീഷണറുടെ ഉത്തരവുകൾ സിംഗിൾ ബെഞ്ചാണ് റദ്ദാക്കിയത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഹർജികളിലാണ് ഹൈക്കോടതി നടപടി. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റിന്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് ഗതാഗത കമ്മീഷണർ ഇറക്കിയ ഉത്തരവുകളാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമാക്കാൻ എന്ന പേരിലായിരുന്നു ഗതാഗത കമ്മീഷണർ ടെസ്റ്റ് മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നായിരുന്നു കമ്മീഷണറുടെ പ്രധാന പരിഷ്കരണ മാനദണ്ഡം. പഴയ വാഹനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമല്ലെന്നായിരുന്നു കമ്മീഷണർ ഇതിനു കാരണമായി പറഞ്ഞത്. ഏകപക്ഷീയമായി വാഹന നിരോധനം അടിച്ചേൽപ്പിക്കുന്നുവെന്നായിരുന്നു ഇക്കാര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മറുവാദം. ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾക്ക് ഡാഷ്ബോർഡ് ക്യാമറ നിർബന്ധമാക്കിയത് ചട്ടവിരുദ്ധമാണെന്നും ഹർജിക്കാർ വാദമുന്നയിച്ചിരുന്നു. ഡ്രൈവിംഗ് പരിശീലനം റെക്കോർഡ് ചെയ്യണം, ടെസ്റ്റ് കേന്ദ്രങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കണം, ഡ്രൈവിംഗ് പരിശീലകർക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യത വേണമെന്നും ഗതാഗത കമ്മീഷണർ ഉത്തരവിറക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളിലാണ് ഗതാഗത കമ്മീഷണർ ഉത്തരവിറക്കിയതെന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വാദം. ഉത്തരവ് ഏകപക്ഷീയമാണെന്ന വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം റദ്ദാക്കിയത്. ജനം, കൊച്ചി.